ശ്രീ ഉണ്ണികൃഷ്ണൻ സ്വാഗതം. നോക്കൂ, ഇവിടെ വി കെ പ്രശാന്തിന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ MLA ഹോസ്റ്റലിൽ അവിടെ 2 മുറികളുണ്ട്. അദ്ദേഹത്തിന് ഈ യൂത്ത് ബ്രിഗേഡിൻ്റെ വലിയൊരു ഓഫീസ് ഉണ്ട്. അപ്പോൾ അവിടെ വലിയ സൗകര്യമുണ്ട്, 5000 സ്ക്വയർ ഫീറ്റ് സൗകര്യമുണ്ട്. പിന്നെ എന്തിനാണ് 872 രൂപ വാടകയ്ക്ക് ഈ ഓഫീസ് സൗകര്യം എടുത്തത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഈ ചർച്ച തന്നെ യഥാർത്ഥത്തിൽ വേണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത്. ഈ MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിലാണ്. കുന്നുകുഴി വാർഡെന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഏറ്റവും അറ്റത്തുള്ള ഒരു വാർഡാണ്. വാഴോട്ടുകോണം, കൊടുങ്ങാനൂർ അടക്കമുള്ള വാർഡുകൾ ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് എത്തിച്ചേരാൻ ഒരു നിയമസഭാ മന്ദിരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിരിക്കും പാടായിരിക്കും. പല പല പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ നിള 31, 32 എന്ന് പറയുന്ന MLAക്ക് അനുവദിച്ച റൂം, ആ റൂമെന്ന് പറയുന്നത് 2ാമത്തെ നിലയിലാണ്. വയസ്സായ ആളുകൾക്ക് കയറി ചെല്ലാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് റൂം ഉള്ളത്. അപ്പോൾ ജനങ്ങളുടെ അടുക്കൽ നിന്ന് പ്രവർത്തിക്കാനും ജനങ്ങൾക്ക് ഏത് സമയവും MLAയുമായി ബന്ധപ്പെടാൻ കഴിയുന്ന രൂപത്തിലേക്ക് MLA നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ ഓഫീസ് എടുക്കുന്നത്. ഈ ഓഫീസ് എടുക്കുമ്പോൾ ഇതൊരു ചർച്ച ചെയ്യുമ്പോൾ ഇത് നിയമവിരുദ്ധമായി ചെയ്തതല്ല, കൗൺസിൽ അംഗീകാരത്തോടു കൂടിയാണ് MLAക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. 872 രൂപ എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ 872 രൂപ എന്ന് പറയുമ്പോൾ ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചോളം, കോർപ്പറേഷൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷൻ ജനങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനും ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ജനപ്രതിനിധികളെ സഹായിക്കാനും ഉള്ളതാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ആ കോർപ്പറേഷൻ അനുവദിച്ച ഈ ബിൽഡിംഗ് എന്ത് രൂപത്തിലാണ് നിയമവിരുദ്ധമെന്ന് ഇവർ പറയുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ നേരത്തെ ശബരിനാഥനൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് BJPക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസ്സിന് കഴിയുമോ, BJPയുടെ B ടീമായി എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ശബരിനാഥനെ പോലെയുള്ള നിലവിലെ കൗൺസിലറുടെ ഒരു പ്രസ്താവന എന്ന് സൂചിപ്പിക്കാതെ പോകാൻ കഴിയുമോ? അത് ഈ ബിൽഡിംഗ് അനുവദിക്കുമ്പോൾ, ഈ കെട്ടിടം അനുവദിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ ഇന്ന് പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അക്സസ്സുള്ളൊരു സ്ഥലമാണ് ശാസ്തമംഗലം എന്ന് പറയുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ ഏകദേശം നടുക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ശാസ്തമംഗലം. ആ ശാസ്തമംഗലത്ത് MLA ഇടപെട്ടുകൊണ്ട് ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത് കാര്യക്ഷമമായി, അതും കൃത്യമായി ജനങ്ങളെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദിവസവും MLA ഓഫീസിൽ 3-4 മണിക്കൂർ നേരം MLA ജനങ്ങളെ കാണാൻ വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളത്, അത് MLA എന്നുള്ള രൂപത്തിലുള്ള ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്താണോ ആ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റാൻ വി കെ പ്രശാന്ത് MLA നിർവഹിക്കുമ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഇവിടെ കോൺഗ്രസും അതേപോലെ തന്നെ കൗൺസിലർ എന്നുള്ള രൂപത്തിൽ ശ്രീലേഖ IPSും എടുത്തിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാൻ വേണ്ടി. ഉണ്ണികൃഷ്ണ, അപ്പോൾ ഈ വാർഡ് കൗൺസിലർ ശ്രീലേഖ എവിടെ ഇരിക്കും എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇതിനു മുമ്പ് 5 വർഷം മുമ്പ് മധുസൂദനൻ നായർ അവിടുത്തെ ശാസ്തമംഗലം വാർഡ് കൗൺസിലറായിരുന്നു. ആ കൗൺസിലർ അവിടെ തൊട്ടടുത്ത മുറിയിൽ, ഇപ്പോൾ ഞാൻ കൗൺസിലറായിരുന്ന ഒരാളാണ്, ഞാൻ കൗൺസിലറായിരിക്കുമ്പോൾ നഗരസഭ എനിക്ക് ഓഫീസ് അനുവദിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ എനിക്ക് സ്വന്തമായി ഒരു ഓഫീസ് കണ്ടെത്തി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെയാണ് ശ്രീലേഖയ്ക്കും. പക്ഷേ ഇന്നവർക്ക് ഓഫീസ് തേടിപ്പോവേണ്ട ഒരാവശ്യവുമില്ല. MLAയുടെ ഓഫീസിൻ്റെ തൊട്ടടുത്തായി തന്നെ കൗൺസിലറെ ബോർഡ് വെച്ച് അവിടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അല്ല, കോർപ്പറേഷൻ്റെ കെട്ടിടം അത് സ്വാഭാവികമായും കൗൺസിലർമാർക്കല്ലേ പ്രിഫറൻസ് കൂടുതൽ? അല്ല, കൗൺസിലർ ഇപ്പോൾ ശ്രീലേഖ IPS ആയാലും മധുസൂദനൻ നായരായാലും അതിന് മുമ്പുണ്ടായിരുന്ന കൗൺസിലറായാലും ഇവർക്കൊന്നും കോർപ്പറേഷൻ ഓഫീസ് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് കൃത്യമായി ഓഫീസ് അനുവദിച്ചു. അവിടെ കൃത്യമായി ഫയൽ നീക്കാനും അവിടെ വരുന്ന ജനങ്ങളെ കാണാനും അവിടെ കസേരയും ചെയറും കമ്പ്യൂട്ടറും അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും വേണ്ടിയുള്ള എല്ലാ സംവിധാനവും കോർപ്പറേഷൻ ചെയ്തിട്ടാണ് അത് MLAയുടെ ഓഫീസും കൗൺസിലർ ഓഫീസും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ MLA ഹോസ്റ്റലിലെ നില ബിൽഡിങ്ങിൽ 2ാം നിലയിലാണ് ഇപ്പോൾ 31-32 മുറികൾ അതാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് വി കെ പ്രശാന്തിന്. അപ്പോൾ താങ്കൾ പറഞ്ഞത് ഇപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർ, വൃദ്ധന്മാരൊക്കെ വരുന്നു, അവർക്ക് 2ാം നിലയിൽ എത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള. MLA ഹോസ്റ്റലിൽ
ലിഫ്റ്റുണ്ട്. അത് പോട്ടെ, ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വാദത്തിന് വേണ്ടി നമുക്കത് അംഗീകരിക്കാം. പക്ഷേ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ യൂത്ത് ബ്രിഗേഡിൻ്റെ വലിയൊരു ഓഫീസുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അത് MLA അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ട് ഉപയോഗിക്കുന്നില്ല? നേരത്തെ ഇവിടെ അവതാരകൻ സൂചിപ്പിച്ചത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. നിളയുടെ 31, 32 എന്ന് പറയുന്ന റൂം, ആ റൂം ജനങ്ങൾക്ക് അക്സസിബിൾ ആണോ എന്നുള്ളത് MLA എന്നുള്ള രൂപത്തിൽ അക്സസിബിൾ അല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ അടുക്കലേക്ക് പോയി പ്രവർത്തിക്കേണ്ട ആളാണ് ജനപ്രതിനിധി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു MLA സ്വന്തമായി ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് MLA ഹോസ്റ്റലിലാണ് പ്രവർത്തിക്കുന്നത്. അല്ല, MLA ഹോസ്റ്റലിൽ വരാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് MLA തിരിച്ചറിഞ്ഞു. MLA തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സ്വന്തമായ ഒരു ഓഫീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അത് ഒഴിഞ്ഞു കിടക്കുന്നതായി ശ്രദ്ധയപ്പെടുകയും അത് കൗൺസിൽ തീരുമാനമനുസരിച്ച് കൗൺസിൽ അനുവദിച്ച വാടക അടക്കം കൊടുത്തുകൊണ്ടാണ് MLA ഓഫീസായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ MLA ഓഫീസ് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ഏത് സമയവും ജനങ്ങൾക്ക് പോവാനും MLA കാണാനും അല്ലെങ്കിൽ MLAയുടെ ഓഫീസ് സെക്രട്ടറി അടക്കമുള്ള സംവിധാനങ്ങളോടുകൂടി അവിടെ ഒരു MLA ഓഫീസ് മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. അത് തെറ്റാണ് എന്നാണോ നിങ്ങളുടെ പക്ഷം? ഒരു MLA ഓഫീസ് ജനോപകാരപ്രദമായി പ്രവർത്തിക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ല, അത് ഒരാളുടെ ആ കൗൺസിലറുടെ അവകാശം നിഷേധിച്ചുകൊണ്ടല്ലേ പ്രവർത്തിക്കുന്നത്? കഴിഞ്ഞ 5 വർഷക്കാലം മധുസൂദനൻ നായർ കൗൺസിലറായിരുന്നല്ലോ. കഴിഞ്ഞ 5 വർഷക്കാലം മധുസൂദനൻ നായർ കൗൺസിലറായിരുന്നപ്പോൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? ഞാനൊരു അവതാരനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കൗൺസിലറാണോ MLAയോട് വിളിച്ചിട്ട് ഈ കൗൺസിലർ ഓഫീസ് ഒഴിയണം എന്ന് പറയാൻ ഏത് കൗൺസിലിനാണ് അധികാരമുള്ളത്? അല്ല, അത് വളരെ സൗഹാർദ്ദപരമായിട്ടല്ല. അവർ തമ്മിൽ നേരത്തെ വ്യക്തി ബന്ധമുണ്ട്, പരിചയമുണ്ട്. അത് ഇരുവരും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ശ്രീലേഖ അവർ ഇവിടെ പോലീസ് ഓഫീസറായിരുന്ന സമയത്ത് മേയറായിരുന്നു VK പ്രശാന്ത്. അപ്പോൾ അവർക്ക് ഇടയിൽ നല്ല സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സൗഹാർദ്ദപരമായിട്ട് അവർ കാര്യം പറഞ്ഞത്. അപേക്ഷിക്കുകയായിരുന്നു, ആഘോഷിക്കുകയായിരുന്നില്ല. അത് പറഞ്ഞ രീതിയുണ്ട്. ശ്രീലേഖ IPS പോലെയുള്ള ഒരു സ്വാഭാവികമായ IPS ഉള്ള ഒരാൾ, അതേപോലെ തന്നെ പോലീസിൻ്റെ ഉന്നത പദവിയിലിരുന്ന ഒരാൾ, അവർക്ക് ഈ പറയുന്ന നിയമത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവർ നിയമപരമായി ഇപ്പോൾ MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കണം. എന്താണ് ചെയ്യേണ്ടത്? MLA വിളിച്ചിട്ട് എനിക്ക് മേയർ ഓഫീസ് ഉണ്ടായിരുന്നുവെങ്കിൽ അതെനിക്ക് ഉപയോഗിക്കാമായിരുന്നു, പക്ഷേ എനിക്ക് മേയർ ഓഫീസ് കിട്ടിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഓഫീസ് ഒഴിഞ്ഞു തരണം എന്ന് പറയലാണോ ചെയ്യേണ്ടത്? അങ്ങനെയല്ല. ഒരു ജനപ്രതിനിധികളെന്ന് പറയുമ്പോൾ പരസ്പരം ബന്ധം പുലർത്തേണ്ടവരാണ്. കൗൺസിലറും MLAയുമായി എന്നും നമുക്ക് എല്ലാ കാര്യത്തിലും ഇടപെടാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാം നല്ല ബന്ധം പുലർത്തേണ്ട ആളുകളാണ്. പക്ഷേ അതിനു പകരം ഈ ഫോൺ വിളിച്ചിട്ട് MLA ഓഫീസ് ഒഴിഞ്ഞു തരണം എന്ന് ആജ്ഞാപിക്കുമ്പോൾ ആ ആജ്ഞാപിക്കൽ എങ്ങനെയാണ് ഒരു MLA എന്നുള്ള രൂപത്തിൽ കേൾക്കാൻ കഴിയും? ആജ്ഞാപിച്ചതായിട്ട് പ്രശാന്ത് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, പറഞ്ഞല്ലോ. MLAയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ശ്രീലേഖ IPS അങ്ങോട്ട് പോയിട്ടാണ് പറഞ്ഞത് എൻ്റെ സഹോദരനാണ്. പക്ഷേ MLA ഇങ്ങോട്ട് തിരിച്ച് എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞില്ല. എൻ്റെ സഹോദരനാണ് എന്ന് കൗൺസിലറായിട്ടുള്ള ശ്രീലേഖയാണ് പോയിട്ട് പറയുന്നത്. ഇത് എൻ്റെ സഹോദരനാണ്. പക്ഷേ MLA തിരിച്ച് പറഞ്ഞില്ലല്ലോ എൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞില്ലല്ലോ. ശ്രീലേഖയാണ് പറയുന്നത് എൻ്റെ മകൻ്റെ വിവാഹത്തിന് പൂർണ്ണസമയം വന്ന് സഹകരിച്ച ഒരാളാണ് MLA എന്ന് പറയാണ്. അപ്പോൾ ആ ജനപ്രതിനിധി എങ്ങനെയാണ് ഉത്തരവാദിത്വത്തോട് പ്രവർത്തിക്കുക എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് ശ്രീലേഖ എന്ന് പറയുന്ന കൗൺസിലർ. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചു എന്തുകൊണ്ട് ഈ ശാസ്തമംഗലത്തിൻ്റെ മുൻ പ്രതിനിധി മധുസൂദനൻ നായർ ഇത് ആവശ്യപ്പെട്ടില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, MLAയുടെ കൈവശമുള്ളത് ആണ്, മാത്രമല്ല ഭരണത്തിലിരിക്കുന്നത് CPM ആണ്. അപ്പോൾ ഒരു ഏറ്റുമുട്ടലിന് ഒരുപക്ഷെ അദ്ദേഹം തയ്യാറായി കാണില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒരു വിവാദത്തിലേക്ക് പോവാതിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കാതിരുന്നത് അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ അവതാരകൻ പറയുന്നത് ഇപ്പോൾ ഒരു ഏറ്റുമുട്ടലിന് വേണ്ടി അല്ല. നേരത്തെ അവതാരകൻ തന്നെ പറയുന്നുണ്ട് നല്ല സൗഹൃദപരമായി സംഭാഷണം നടത്തി എന്ന് പറഞ്ഞു വെക്കുകയും ഇപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത് എന്താണ്? അത് ഒരു ഇതിന് പ്രശ്നത്തിലോട്ട് പോകണ്ട എന്നതുകൊണ്ടാണ് മധുസൂദനൻ നായർ അങ്ങനെ ചോദിക്കായിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രശ്നം ഉണ്ടാകട്ടെ. സമിതി CPM നേതൃത്വത്തിലുള്ളതാണ്. സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, ഒരു ഏറ്റുമുട്ടലിന് അദ്ദേഹം തയ്യാറായി കാണില്ല. പക്ഷേ നോക്കൂ, ശ്രീലേഖ വന്നു, അവർക്ക് ഈ പറഞ്ഞതുപോലെ അവർക്ക് ഈ അവകാശങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, നിയമത്തെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് അവരങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചു.
ആരെടുത്ത് ആ ഉന്നയിച്ചു? പ്രശ്നം അത് പ്രശ്നത്തിന് ഒരു രമ്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കായിരുന്നു. അല്ല, അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടത് എങ്ങനെയാണ്? അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണോ ചെയ്യേണ്ടത്? അവർ ഒരു ദിവസം രാവിലെ ഫോൺ എടുത്തു വെച്ചിട്ട് MLA എടുത്ത് പറയാണ് എനിക്ക് ഓഫീസ് ഒഴിഞ്ഞു തരണം, എനിക്ക് മേയർ ഓഫീസ് ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഓഫീസിൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ ഇരിക്കാൻ ഓഫീസ് വേണം എന്ന് പറയുമ്പോൾ അതിൽ ഒരു അനൗചിത്യം തോന്നുന്നില്ലേ സ്വാഭാവികമായിട്ടും? അതിന് പിന്നെ MLA എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? MLA പറയേണ്ടത് MLAക്ക് നിയമപരമായി കൗൺസിൽ പാസ്സായി കൊടുത്താണ്. അല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞത് റെക്കോർഡ് ചെയ്തിട്ടില്ല, ആ സംഭാഷണം റെക്കോർഡ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ VK പ്രശാന്തിൻ്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആജ്ഞാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭാഷണം, റെക്കോർഡ് ചെയ്യപ്പെട്ട സംഭാഷണം പുറത്തു വിടാമെന്ന് പറയുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ഞാൻ അവതാരനോട് ചോദിക്കുന്നതേ, ഇതൊക്കെ ഒരു ജനപ്രതിനിധികൾ, കൗൺസിലറും MLAയും MP എന്നൊക്കെ പറയുമ്പോൾ ജനപ്രതിനിധികളാണ്. അവർ നല്ല സൗഹൃദത്തോടു കൂടി പോവേണ്ടതാണ്. നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ജനപ്രതിനിധികളിലെ ഒരാളെ നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ഇടപെടൽ നടത്തുമ്പോൾ 7 വർഷക്കാലം MLA ഓഫീസ് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന MLA ഓഫീസ് ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് ഒഴിഞ്ഞു കൊടുക്കലാണോ? അതല്ലേ നെഗറ്റീവായി നിങ്ങൾ കാണേണ്ടത്? അത് പറയലാണോ? നേരത്തെ അവതാരൻ സൂചിപ്പിച്ചല്ലോ നിയമപരമായി. ഞാൻ വേറൊരു കാര്യം സൂചിപ്പിക്കട്ടെ. മധുസൂദനൻ നായർ ആ ഓഫീസ് ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. മധുസൂദനൻ നായരുടെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്, ഞാൻ ആ ഓഫീസിൽ വരാറുണ്ട്, പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇടപെടുകയാണ്. ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുണ്ട്, എൻ്റെ കൗൺസിലർ എന്ന് പറയുന്ന ഓഫീസ് എൻ്റെ വണ്ടിയാണ്, ആക്റ്റീവ വണ്ടിക്കകത്ത് സീലുണ്ട്, ലെറ്റർ പാഡുണ്ട്, എല്ലാം ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഒരു കൗൺസിലർ എന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട ആളാണ്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന ആളാണ് ഒരു കൗൺസിലർ. അല്ലാതെ ഓഫീസിൽ വന്നിരുന്നിട്ട് അവിടെ ഫയൽ നീക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൗൺസിലറിനില്ല. ഉണ്ടെങ്കിൽ അവതാരം പറയട്ടെ. എന്തെങ്കിലും ഒരു ഫയൽ നീക്കേണ്ട ഉത്തരവാദിത്വം കൗൺസിലർ ഓഫീസ് വഴി ഉണ്ടെന്ന് പറയട്ടെ, അവതാരം പറയട്ടെ. താങ്കൾക്ക് ഓഫീസ് ഉണ്ടായിരുന്നില്ലേ? എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. ദിവസവും ജനങ്ങളെ രാവിലെ ആ സമീപനം സ്വീകരിച്ച പോരായിരുന്നോ? അല്ല, ഞാൻ ആ സമീപനം സ്വീകരിച്ച ആളാണ്. എൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഫോം വാങ്ങാനും അങ്ങോട്ടും കൊണ്ടു കൊടുക്കാനും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരാളാണ് കൗൺസിലർ. അതാണ് മധുസൂദനൻ നായർ പറഞ്ഞത്. അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്ക് പിശക് കൊണ്ടോ അബദ്ധത്തിന് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറയാണ് ഈ ഫയൽ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, MLA ഓഫീസ് സെക്രട്ടറി ഉണ്ട്, PA അടക്കമുള്ള ആളുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അവിടെ നിന്ന് ഫയൽ നീക്കേണ്ട ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു കൗൺസിലറിന് ഈ പറയുന്ന ഫയൽ ഓഫീസ് വഴി നീക്കേണ്ട ആവശ്യമുണ്ടോ? അത് കോർപ്പറേഷൻ ഓഫീസ് വഴി നീക്കേണ്ടതാണ്. അപ്പോൾ ഇത് ബോധപൂർവം MLA കരുവാരത്തേക്കാൻ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. എൻ്റെ ഒരു ചോദ്യത്തിന് ഇപ്പോഴും താങ്കൾ മറുപടി തന്നിട്ടില്ല. ആ യൂത്ത് ബ്രിഗേഡിന്റെ ഓഫീസ് അത് MLAക്ക് ഓഫീസായി ഉപയോഗിച്ചൂടെ? അല്ല, അതങ്ങനെ MLA ഇപ്പോൾ ഓഫീസായി ശാസ്തമംഗലത്ത് ഓഫീസ് എടുക്കാൻ കാര്യം ഈ പറയുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ നടുക്ക് വരുന്നൊരു പ്രദേശമാണ് ശാസ്തമംഗലം. ആ ശാസ്തമംഗലത്ത് കോർപ്പറേഷൻ വക ബിൽഡിംഗ് ഒഴിഞ്ഞു കിടക്കുന്നു. അത് നിയമപരമായി അപേക്ഷ കൊടുത്ത് അത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തതിന് ശേഷം കൗൺസിൽ പാസ്സാക്കി ഒരു വാടക ഈടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. വാടക കുടിശ്ശിക വരുത്തിയില്ല അദ്ദേഹം. അല്ല, വാടക കുടിശ്ശിക അദ്ദേഹം റെസിപ്റ്റ് വരെ കാണിച്ചു തന്നല്ലോ. റെസിപ്റ്റ് വരെ നിങ്ങൾ കാണിച്ചു അല്ല റെസിപ്റ്റ് വരെ കാണിച്ചു തന്നല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നതിന് ഒരു മറുപടി മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ശാസ്തമംഗലത്ത് ഒരു ഓഫീസ് എടുത്ത് എന്നും ജനങ്ങളെ കാണാൻ, അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ,
അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ മാതൃകാപരമായി ആ ഓഫീസ് എടുത്ത് തെറ്റാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലുമല്ല. പക്ഷേ അത് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറിയ ആരെയാണ് നെഞ്ചത്ത് കയറിയത്? ഏത് കൗൺസിലറെ? ഞാൻ ചോദിക്കുന്നത് അവതാരകനോട് ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വളരെ സൗഹാർദ്ദപരമായിട്ട് നിങ്ങൾ അത് ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 5 വർഷക്കാലം എന്താണ് തെറ്റ്? കഴിഞ്ഞ 5 വർഷക്കാലം അവകാശപ്പെട്ടതല്ലേ? കഴിഞ്ഞ 5 വർഷക്കാലം BJPയുടെ കൗൺസിലറായിരുന്നു മധുസൂദനൻ നായർ. ഒരു പ്രാവശ്യമെങ്കിലും കൗൺസിൽ ഹാളിൽ ഈ ആവശ്യം ഉന്നയിച്ച് മധുസൂദനൻ നായർ ഉന്നയിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം ഒരു കാര്യം എന്താണ്? ഒരു കൗൺസിലിന്റെ അവകാശമാണ്. ഒരു മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഇല്ല. എല്ലാവരും കൗൺസിലർമാരാണ്, കൗൺസിൽ അംഗങ്ങളാണ്. ആ കൗൺസിൽ യോഗത്തിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആർക്കായിരുന്നു കഴിഞ്ഞ ഭൂരിപക്ഷം? ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം BJPക്കാണ്. ആ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ശാസ്തമംഗലം വാർഡ് കൗൺസിലറിന് ആ ഓഫീസിൽ ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് ഉന്നയിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ കൗൺസിൽ ഹാളിൽ കഴിഞ്ഞിട്ടുണ്ടോ? അതൊന്നും പറയാതെ ഇപ്പോൾ ഈ പുതിയ കൗൺസിൽ വരുന്നു. കൗൺസിൽ വന്ന് MLAയോട് ഫോൺ വിളിച്ച് മോശമായി പറഞ്ഞിട്ട് അത് ന്യായീകരിക്കുന്നത് ശരിയായ രീതിയല്ല. ഇത് വട്ടിയൂർക്കാവിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, യാതൊരു സംശയവും വേണ്ട. താങ്കൾ ആവർത്തിച്ച് പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നാണ്. നമുക്ക് നോക്കാം ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ അങ്ങനെ ഒരു വെല്ലുവിളിയാണോ ഇത് എന്ന് നമുക്ക് പരിശോധിക്കാം.